തുറമുഖം, ദക്ഷിണ ഇന്ത്യയുടെ ആദ്യത്തെ ഡീപ് വാട്ടർ മെഗാ തുറമുഖം. അതെ, വിഴിഞ്ഞം തുറമുഖം. ഇത് വെറും ഒരു തുറമുഖം മാത്രമല്ല, ഒരു ആഗോള ഇടപാടിന്റെ വാതിലാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ കാണാവുന്നതാണ്. വിഴിഞ്ഞം പോർട്ട് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെ ഏറ്റവും ആഴമുള്ള പ്രകൃതിദത്ത തുറമുഖങ്ങളിൽ ഒന്നാണ്. രാജ്യത്തെ ആദ്യത്തെ സമർപ്പിത ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖവും വിഴിഞ്ഞമാണ്. അന്താരാഷ്ട്ര കപ്പൽചാലിൽ നിന്ന് ഏകദേശം 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ പ്രകൃതിദത്തമായ ആഴമുള്ള വിഴിഞ്ഞം തുറമുഖം ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. ഇന്ത്യൻ കണ്ടെയ്നർ നീക്കത്തിന്റെ 75% ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. വിഴിഞ്ഞം പോർട്ട് തയ്യാറായതോടെ ഇനി ശ്രീലങ്കയിൽ എത്തേണ്ട ഭൂരിഭാഗം കപ്പലുകളും ഇനി ഇന്ത്യൻ തുറമുഖത്തായിരിക്കും എത്താൻ പോകുന്നത്. ഇനി നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. രാജ്യത്തിന്റെ ആദ്യത്തെ സമർപ്പിത ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം പോർട്ട്. അതുമാത്രമല്ല, രാജ്യത്തിന്റെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖവും കൂടെയാണിത്. ഈ ഒരു പോർട്ടിൽ നിന്ന് രാജ്യത്ത് ഏകദേശം 15,000 കോടി രൂപയാണ് പ്രതിവർഷം വരുമാനമായി ലഭിക്കാൻ പോകുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടിയായി പിരിച്ചെടുക്കുന്ന ഓരോ രൂപയിൽ നിന്ന് 60 പൈസ കേന്ദ്ര സർക്കാരിനും 1 മുതൽ 3 പൈസ വരെ സംസ്ഥാന സർക്കാരിനും ലഭിക്കുന്നു. ഈ ഒരു തുറമുഖം പ്രാവർത്തികമാകുന്നതോടെ കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും വലിയൊരു നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. കേന്ദ്രത്തിന് ലഭിക്കാൻ പോകുന്നത് 6,000 കോടി രൂപയുടെ അധിക വരുമാനമാണ്. രാജ്യത്തിലെ മറ്റു തുറമുഖങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള ഒരു പോർട്ടാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആകെ ചെലവിന്റെ 2/3 ഭാഗവും വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. 8,686 കോടി രൂപയാണ് ഈ ഒരു തുറമുഖത്തിന്റെ ആകെ മുതൽ മുടക്ക്. അതിൽ 5,370 കോടി രൂപ സംസ്ഥാന സർക്കാരും 818 കോടി രൂപ കേന്ദ്ര സർക്കാരും 2,497 കോടി രൂപ അദാനി പോർട്ടും വഹിക്കുന്നു. 2034 സംസ്ഥാന സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. 2028 തുറമുഖ നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ദേശീയപാത 66 ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പോർട്ടിൽ നിന്ന് തുറമുഖത്തിൽ നിന്ന് ഈ ഒരു ദേശീയപാതയിലേക്ക് എത്താനുള്ള സമയം വളരെ ചുരുങ്ങിയതാണ്. റോഡ് കണക്ടിവിറ്റി വളരെ ലളിതവും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും ആക്കിയിരിക്കുകയാണ്. അതുമാത്രമല്ല, തുറമുഖത്തിൽ നിന്ന് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വെറും 15 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. ഇതുമൂലം നമുക്ക് വ്യക്തമാകുന്നത് പോർട്ടിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ എത്തിച്ചതിന് ശേഷം റോഡ് കണക്ടിവിറ്റിയും അതുപോലെ തന്നെ എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും എല്ലാം ആ ഒരു പോർട്ടിന് അടുത്ത് തന്നെ ഉള്ളത് കൊണ്ട് കണക്ടിവിറ്റി വളരെ വേഗത്തിൽ നടക്കുകയും എക്സ്പോർട്ടിംഗ് അതുപോലെ തന്നെ ഇമ്പോർട്ടിംഗ് വളരെ വേഗത്തിൽ സാധ്യമാവുകയും ചെയ്യുന്നു. ഈ ഒരു തുറമുഖം സാധ്യമാകുന്നതോടെ നമുക്ക് വളരെ ഗുണങ്ങളാണ് ലഭിക്കുന്നത്. ഏകദേശം 755 പരം തൊഴിലവസരങ്ങളാണ് ഈ ഒരു തുറമുഖത്തിലൂടെ സാധാരണക്കാർക്ക് ലഭിക്കുന്നത്. 67% ജീവനക്കാരും കേരളത്തിൽ നിന്നാണ്. അതുമാത്രമല്ല, 35% തൊഴിലാളികളും വിഴിഞ്ഞത്ത് തന്നെ താമസിക്കുന്ന ജനങ്ങളാണ്. ഈ ഒരു പോർട്ടിന്റെ നാൾ വഴികൾ എപ്പോഴാണ് ആരംഭിച്ചത്, എത്ര കാലമാണ് ഇതൊന്ന് പൂർത്തിയാക്കാൻ എടുത്തത് എന്ന നാൾ വഴികളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം. 2015 ഡിസംബർ 5-നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2023 ഒക്ടോബർ 15-ന് ഷെൻഹുവ എന്ന ചൈനീസ് കപ്പൽ വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടു. 2024 ജൂലൈയിൽ ട്രയൽ റൺ ആരംഭിച്ചു. 2024 ഡിസംബർ 3 മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോഴിതാ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിൽ തുറന്നു നൽകുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഴിഞ്ഞം തുറമുഖം ആരംഭിക്കുന്നതോടെ നിരവധി തൊഴിലവസരങ്ങളാണ് ഉയർന്നു വരുന്നത്. അതുമാത്രമല്ല, ലോജിസ്റ്റിക് ഹബ്ബുകൾ വികസിക്കുന്നു. കേരളം ഒരു വ്യവസായ കേന്ദ്രമായി മാറുന്നു. ടൂറിസം, മത്സ്യബന്ധനം, കയറ്റുമതി മേഖലകൾ വളരെ വലിയ രീതിയിൽ വികസിച്ച് ഇന്ത്യ ലോക രാജ്യങ്ങൾക്ക് മുമ്പ് തല ഉയർത്തി നിൽക്കുന്ന ഒരു രാജ്യമായി മാറുന്നു. വിഴിഞ്ഞം തുറമുഖം സാധ്യമാകുന്നതിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക ശേഷിയും അതുപോലെ തന്നെ ഇന്ത്യ ലോക രാജ്യങ്ങൾക്ക് മുമ്പ് ഉയർന്നു നിൽക്കുന്ന ഒരു വൻ ശക്തിയായി മാറാൻ പോവുകയാണ്.
മറ്റ് രാജ്യങ്ങളെ മറികടന്ന് ഇന്ത്യ ലോക രാജ്യങ്ങൾക്ക് മുമ്പ് ഒരു ചരക്ക് മാറ്റത്തിലേക്ക് ചുവട് വയ്ക്കുകയാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വിഴിഞ്ഞം പദ്ധതി സാധ്യമാകുന്നതിലൂടെ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ തൊഴിലവസരങ്ങളാണ് നമ്മളുടെ മുമ്പിൽ തുറന്നു വരുന്നത് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ.